നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് റാന്നിയിലെ എൻ ഡി എയുടെ അതായത് 2020 സ്ഥാനാർത്ഥി തോമസ് കെ സാമുവലാണ്. ബ്ലസൻ എന്ന് വിളിക്കും. ബ്ലസൻ എന്ന ഓമന പേരിൽ വിളിക്കുന്ന തോമസ് കെ സാമുവലാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. റാന്നിയിലെ കൊടും ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ആ ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് മത്സര രംഗത്ത് പ്രചാരണത്തിൽ സജീവമായി നിൽക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ കുറെ തവണകളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു രാജു അബ്രഹാം 5 തവണ ഇവിടെ MLA ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ തവണ മറ്റൊരു സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രമോദ് നാരായണൻ ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. കഴിഞ്ഞ 5 വർഷവും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് KPCC സെക്രട്ടറി പഴകുളം മധുവാണ് മത്സരിക്കുന്നത്. അപ്പൊ ഇവരെ രണ്ടുപേരെയും എതിർത്തുകൊണ്ടാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി 2020 സ്ഥാനാർത്ഥിയായി ബ്ലസൻ വന്നത്. എങ്ങനെയാണ് ബ്ലസൻ ഈ മത്സരത്തെ ഈ മത്സരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കും? ഓക്കെ, സത്യത്തിൽ സാറ് പറഞ്ഞ പോലെ റാന്നിയിൽ തന്നെ ജനിച്ച് റാന്നിയിൽ തന്നെ എൻ്റെ വിദ്യാഭ്യാസങ്ങൾ നടത്തി റാന്നി സെന്റ് തോമസ് കോളേജിൽ 5 വർഷം 2 വർഷം പ്രീ ഡിഗ്രിയും 3 വർഷം ഡിഗ്രിയും പഠിച്ച് റാന്നിയിൽ തന്നെ ഉപജീവന മാർഗം കണ്ടുപിടിച്ച് റാന്നിയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന റാന്നിക്കാരനായ ഞാനും ഈ പറഞ്ഞതുപോലെ മറ്റ് റാന്നിയുടെ വെളിയിലുള്ള രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരമാണ് റാന്നിയിൽ നടക്കുന്നത്. അപ്പം റാന്നിയിലെ ജനങ്ങൾ റാന്നിയിലെ ഒരു വ്യക്തി, അവരുടെ ഒരു കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് നല്ലൊരു പരിഗണന റാന്നി നിവാസികളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒരു സ്വദേശിവാദമാണ് നമ്മൾ ഉയർത്തുന്നത്. റാന്നിക്കാരനായ ഒരാൾ വേണം എന്ന് റാന്നിക്കാരുടെ തന്നെ ആവശ്യമാണ്. മറ്റ് ഇരു മുന്നണികളെയും മേൽപ്പറഞ്ഞ ഇടത്ത് വലത്തുപക്ഷ ഇരു മുന്നണികൾക്കും റാന്നിയിൽ മിടുക്കന്മാരായ യുവാക്കൾ ഉൾപ്പെടെയുള്ള നല്ല നേതാക്കളും ചുറിയുറുക്കുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷേ അവരെ എല്ലാം അസംതൃപ്തിയിലാക്കി അവർക്കൊന്നും ഒരു അവസരം കൊടുക്കാതെ പുറത്തുനിന്ന് രണ്ടുപേരെ കൊണ്ടുവന്നിരിക്കുന്നതിന് അവരുടെ ഉള്ളിലും വളരെ രോഷവും സങ്കടവും മറ്റുള്ള എല്ലാ അതൃപ്തിയും അവർക്കും ഉണ്ട്. അതും നമുക്കൊരു നിർണായക ഘടകമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരിൽ നിന്ന് തന്നെ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അസംതൃപ്തരായ നിറയെ പ്രവർത്തകരുടെ അവരുടെ ഇടയിലുണ്ട്. അവരുടെ എല്ലാം നല്ല സപ്പോർട്ട് നമുക്കുണ്ട്. അത് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല തോമസ് കെ സാമുവലിന്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ അത് ഒരു ക്രൈസ്തവനാണ്. ക്രൈസ്തവൻ മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ ഈ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ ഈ മണ്ഡലത്തിലെ ക്രൈസ്തവർക്കാണ് മെജോറിറ്റി. ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു 60% വോട്ട് ക്രൈസ്തവർക്ക് നല്ല മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് റാന്നി നിയോജക മണ്ഡലം. അതിലെനിക്ക് തോന്നുന്നു അതിലെ ഏറ്റവും കൂടുതൽ ഒരു നിർണായക ശക്തി ഇവിടുത്തെ പെന്തക്കോസ്ത് സമൂഹത്തിന്. അതെ, പെന്തക്കോസ്ത് സമൂഹം ഒരുപാടുള്ള ഒരു മണ്ഡലമാണിത്. അവിടെ ഈ നമ്മളോടൊപ്പം വർത്തമാനം പറയുന്ന തോമസ് കെ സാമുവൽ, അതായത് NDAയുടെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥി ഒരു പെന്തക്കോസ്തുകാരനാണ്. ആ പെന്തക്കോസ്ത് വിഭാഗത്തിനാണ് ഇവിടുത്തെ നിർണായക ശക്തി ക്രൈസ്തവ സഭകളിൽ. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബം ജ്ഞാനായ സമുദായമാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെ ഒക്കെ കുടുംബം മർത്തോമ സഭയാണ്. അപ്പൊ അങ്ങനെ എല്ലാ സഭകളിലും ഇവിടുത്തെ പെന്തക്കോസ്ത് സമൂഹം കഴിഞ്ഞാലും ഇവിടുത്തെ അടുത്ത നിർണായക ശക്തി മർത്തോമ സഭയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഓർത്തഡോക്സ് സഭയും, അത് കഴിഞ്ഞ് CSI സഭ, അങ്ങനെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും നിർണായക ശക്തി തെളിയിക്കാൻ ഇവിടെ പറ്റും. എന്നാൽ അത്രയും വോട്ടുകൾ ഇവിടെയുണ്ട്. ഏതാണ്ട് 60% വോട്ടുകൾ ക്രൈസ്തവരുടെ വോട്ടുകളാണ്. ഈ വോട്ടുകൾ മാത്രം സമാഹരിച്ചാൽ മതി ബ്ലസൻ ജയിക്കാൻ. അത് എത്രത്തോളം ബ്ലസന് പറ്റും? തീർച്ചയായിട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് ഈ എല്ലാ വിഭാഗവുമായിട്ട് പെന്തക്കോസ്ത് വിഭാഗം മാത്രമല്ല, മർത്തോമ സഭ, കനാനയ സഭ, ഓർത്തഡോക്സ് യാക്കോബ സഭ വിഭാഗങ്ങൾ, CSI, ഇവാഞ്ചലിക്കൽ, നമ്മുടെ CMS സഭകള്, മറ്റ് ഇതര സഭകള്, ബന്ധിക്കോസ് സഭകള്, ഇവാഞ്ചലിക്കൽ സഭ, അങ്ങനെ എല്ലാവിധമായിട്ടുള്ള നമ്മുടെ റാന്നിയിലുള്ള എല്ലാ സഭകളുമായിട്ടും നല്ല ബന്ധവും വ്യക്തിബന്ധവും ഉണ്ട്. അവർക്കൊക്കെ തന്നെ വളരെ സ്നേഹവും സഹകരണവും
അവരോട് ഒന്നിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ ക്രൈസ്തവരുടെയും അതുപോലെ തന്നെ മറ്റ് ഇതര വിഭാഗക്കാരായ നമ്മുടെ ഹിന്ദു സഹോദരന്മാര്, മുസ്ലിം സഹോദരങ്ങള്, അവരുമായിട്ടെല്ലാം നല്ല അടുത്ത ബന്ധവും എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരുമാണ് റാന്നിയിലെ എല്ലാ മതവിഭാഗത്തിലുള്ള വ്യക്തികളും മനുഷ്യരും. ബ്ലസൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളൊരു വ്യവസായം നടത്തുന്ന ആളാണ് ബ്ലസൻ. നമുക്കൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു ബസ് സർവീസ് നടത്തുന്ന ആളാണ് ബ്ലസൻ. ബ്ലസന്റെ ബസ്സുകൾ നമുക്ക് തലങ്ങും വിലങ്ങും ഓടുന്നത് കാണാം. അപ്പോൾ നമ്മളെയൊക്കെ യാത്ര ചെയ്യിക്കുന്നത്, നമ്മളെയൊക്കെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു യാത്രാ സൗകര്യം ഉണ്ടാക്കി തരുന്ന ബ്ലസന് ഈ നാടുമായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട്, നാട്ടിലെ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതെ. അപ്പം ഈ ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാൻ ഉള്ള പ്രചോദനം ബ്ലസന് കിട്ടിയതും. അങ്ങനെ ഈ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോൾ തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുകയും പല കാര്യങ്ങളിൽ ഇടപെടുകയും അതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതലായി ഈ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ബ്ലസൻ നിൽക്കുന്നത്. അതെ. അപ്പം ബ്ലസന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകനായി നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ആദ്യമായിട്ടല്ലേ മത്സരിക്കുന്നത്? തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പോൾ ഈ മത്സര രംഗത്തേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? ഞാൻ റാന്നിയിലെ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സജീവ രാഷ്ട്രീയക്കാരനല്ല ഞാൻ. പക്ഷെങ്കിൽ എൻ്റെ കോളേജ് കാല ജീവിതത്തിലും മറ്റും എനിക്ക് എൻ്റെ രാഷ്ട്രീയ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ ബസ്സും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യവസായം നടത്തുന്നുണ്ട്. സമൂഹത്തിലെ നാനാ തുറയിലുള്ള ആൾക്കാരുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം ജാതി മത ചിന്തകൾക്ക് അതീതമായി ഉണ്ടാക്കുവാനും അവരുമായിട്ട് ഒരു വലിയൊരു അഗാധമായ സൗഹൃദം സൃഷ്ടിക്കുവാനും ഈ കാലയളവിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമായി അതെന്റെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ഇവിടെ നിന്ന് ജയിച്ചാൽ താങ്കൾക്ക് എന്തൊക്കെ ചെയ്യാനാണ് പ്ലാൻ ഈ മണ്ഡലത്തിന് വേണ്ടി? റാന്നി നിയോജക മണ്ഡലത്തെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യുവാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കൾ നമ്മുടെ റാന്നി നിയോജക മണ്ഡലത്തിൽ 12 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ നിയോജക മണ്ഡലമാണ് റാന്നി. മലയോര കാർഷിക മേഖലയായ റാന്നിയിൽ ഇവർക്ക് ആർക്കും ഒരു അടിസ്ഥാന സൗകര്യം പോലും കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ലാത്ത ഒരു നിയോജക മണ്ഡലമാണ് റാന്നി. റാന്നിയിൽ ഒരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇല്ലാത്തത് കൊണ്ട് അടിമുടി വികസനം റാന്നിക്ക് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. കുടിവെള്ള പദ്ധതി മുതൽ റോഡുകളുടെ ശോചനീയാവസ്ഥ, അതുപോലെ തന്നെ കർഷകർക്ക് കൃഷികൾ ചെയ്യാനുള്ള യാതൊരു പരിരക്ഷയും ഇവിടില്ല. കാട്ടുപന്നിയുടെ ശല്യം, തെരുവുനായുടെ ശല്യം, നമ്മുടെ ഇവിടുത്തെ കാർഷിക മേഖല സ്ഥലങ്ങൾ മൊത്തം കാട് പിടിച്ച് വളരെ ഒരു വനപ്രതീതിയിലാണ് നമ്മുടെ റാന്നി മുഴുവൻ 12 പഞ്ചായത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വഴിയിൽ നടക്കുവാൻ പറ്റാത്തവരുള്ള നായ്ശല്യം, അതുപോലെ എടുത്തു പറയത്തക്ക രീതിയിൽ മൊത്തത്തിൽ ഇവിടെ ഒരു വികസനത്തിന് മുരടിപ്പിന്റെ ഒരു ഹബ്ബായി റാന്നി മാറിയിരിക്കുകയാണ്. അപ്പൊ റാന്നിയിൽ അടിമുടി ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് നമുക്കുള്ളത്. റാന്നിയെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ആ നിലയിലുള്ള ഒരു വികസനം വന്നേ മതിയാവുകയുള്ളൂ. അതിന് 2020 ആ രീതിയിലുള്ള ഒരു വികസനം നടത്തുവാൻ ഇവിടെ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് റാന്നി നിവാസികൾ, റാന്നിയിലെ മക്കൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാസികൾ ഒരുപാട് ഉള്ള സ്ഥലമാണ് റാന്നി. അവർക്ക് വേണ്ടി അവരെ പരിരക്ഷിക്കുന്നതിനും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള യാതൊരു ഒരു പാക്കേജും അല്ലെങ്കിൽ ഒരു സ്നേഹ സംവിധാനം പോലും ഇരുമുന്നണികളും ഇവിടെ ഒരുക്കിയിട്ടില്ലാതെ നമുക്ക് ഈ ദിവസങ്ങളിൽ നിരവധി പേരെ പുറത്തു നിന്ന് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തി, പ്രവാസികളെ കൂടെ ഉൾപ്പെടുത്തിയുള്ള പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ, റാന്നിയിൽ യുവാക്കള് എന്ന് പറയുന്ന ഒരു സമൂഹം ഇല്ലാതായിരിക്കുകയാണ്. അവരെല്ലാം റാന്നി ഇവിടുത്തെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ലാതെ വന്നതുകൊണ്ട് റാന്നി വിട്ട അന്യ സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും പോയി ഉപജീവനം കഴിക്കേണ്ടി വരുന്ന ഒരു വലിയ വിഷമകരമായ പ്രതിസന്ധിയിലാണ്. അപ്പൊ യുവാക്കൾക്കും
കുട്ടികൾക്കും ഇവിടുത്തെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും സമന്വയിപ്പിച്ച് നല്ലൊരു വികസിത റാന്നി കൊണ്ടുവരികയാണ് എൻ്റെ ഉദ്ദേശം, സത്യസന്ധമായി പറഞ്ഞാൽ. റാന്നിയിൽ മാത്രമല്ല, കേരളത്തിലുള്ള ആ, യുവാക്കളൊക്കെ പഠിത്തത്തിനായാലും ജോലിക്കായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അതെ അത് നാട്ടിൽ അതിനനുസരിച്ചുള്ള സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നത്. അതെ അത് പ്രത്യേകിച്ച് റാന്നിയിൽ അല്പം കൂടുതലാണ്. റാന്നിയിലെ അതെ ഓരോ വീടുകളിലെയും യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും അവിടെ കുടിയേറി താമസിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് കാഴ്ച. അതെ അപ്പം എൻ്റെ ഒരു ഒരു ചോദ്യം, ഈ പ്രവാസികൾക്ക് വേണ്ടി, പ്രവാസമല്ല ഇപ്പോൾ കുടിയേറ്റക്കാരാണ് കൂടുതലും, പ്രവാസികളെക്കാളും കുടിയേറ്റക്കാരാണ്. പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരാ പ്രവാസികൾ. കുടിയേറുന്നവർ ഇപ്പോൾ ഇവിടുന്ന് പോയവർ അവരങ്ങ് അവിടെ അങ്ങ് താമസിച്ച് അവിടെ അങ്ങ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു അതെ സാഹചര്യത്തിലാണ്. അതെ. അപ്പോൾ ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടിയും പ്രവാസികൾക്ക് വേണ്ടിയൊക്കെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നമുക്ക് സത്യത്തിൽ പ്രവാസികളുടെ നമ്മൾ ചില വീടുകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ റാന്നിയിലെ ഒരുപാട് പ്രവാസികൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രവാസികളുടെ വരുമാനം നല്ലപോലെ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റാന്നി. അപ്പം അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു രാഷ്ട്രീയ വിഭാഗത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അവരെയും അവരുടെ കുടുംബങ്ങളെയും വളരെ നല്ല രീതിയിൽ പരിഗണിച്ച് അവരെയും ചേർത്ത് നിർത്തി അവര് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും സമ്പദ്ഘടനയിൽ നമ്മുടെ നാടിനെ സമ്പത്ത് കൊണ്ടുവന്നെത്തിക്കുന്നതിൽ ഏറ്റവും മുമ്പിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അർഹമായ പരിഗണന കൊടുത്ത് അവരെ കൂടെ നിർത്തി കൊണ്ടുവന്ന ഒരു സംരക്ഷണമാണ് നമുക്ക് വേണ്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ തൊഴിലുകളില്ലാതെ ഒരുപാട് പേര് ഇവിടുന്ന് കുടിയേറി അനിയന്ത്രിതമായി പോവുകയാണ്. അവരെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ തൊഴിലുകളും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും സ്കിൽ ട്രെയിനിങ് മുതലായ രീതിയിലുള്ള അതിന്യൂനത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ നമ്മുടെ 2020യുടെയും ഇന്ത്യയുടെയും സ്വപ്ന പദ്ധതികളാണ്. അത് റാന്നിയിൽ നമ്മൾ ഒരവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നടപ്പാക്കിയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ റാന്നിയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് അടഞ്ഞു കിടക്കുന്ന വീടുകളാണ് കൂടുതലും. അല്ലാത്ത വീടുകളിൽ പ്രായമായ നമ്മുടെ മാതാപിതാക്കൾ മാത്രം, ഒരു അച്ഛനോ അമ്മയോ അങ്ങനെ മാത്രം താമസിക്കുന്ന വളരെ വിഷമകരമായ കാഴ്ചകളാണ്. അപ്പൊ പലരും എൻ്റെ കൂട്ടുകാരുടെ തന്നെ പപ്പായും മമ്മിയും അച്ഛനും അമ്മയും ഒക്കെ താമസിക്കുന്നവർ പറയുന്നത്, മക്കളെ ഒരു വെള്ളം തരാൻ പോലും അവർ ഒരു മക്കളുടെ സ്നേഹം അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണ മുമ്പൊക്കെ റാന്നിയിൽ 3-4 മക്കളുള്ള വീടുകളിൽ ഒരാളെങ്കിലും വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് അവർ വന്നു പോവുകയൊക്കെ ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു. ഇവിടുത്തെ ഇത്രയും മോശപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ വന്നതുകൊണ്ട്, നിയോജക മണ്ഡലത്തിൽ വന്നതുകൊണ്ട് അവർക്ക് ആർക്കും ഇവിടെ നിന്നാൽ യാതൊരുവിധ വരുമാനങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലമായി കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു പേരെങ്കിലും നമ്മുടെ നാട്ടിൽ നിൽക്കുവാനും. എൻ്റെ ഒരു മനസ്സിൽ ഓടി വന്ന ഒരു ആശയം, ഈ മാതാപിതാക്കളെ അവരെ സംരക്ഷിക്കുന്നതിനും അവരെ കൂടുതൽ കെയർ ചെയ്യുന്നതിനും മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ റിട്ടയർമെന്റ് ഹോമുകൾ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഉള്ള ആലോചന ഈ ദിവസങ്ങളിൽ മനസ്സിൽ കൂടെ ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്കും ഒക്കെകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം നമുക്ക്. എനിക്ക് തോന്നുന്നു പെന്തക്കോസ്ത് സമുദായത്തിൽ നിന്നും പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികൾ വളരെ കുറവാണ്. 140 മണ്ഡലത്തിലെ മുൻനിര പാർട്ടികളിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നും വളരെ, എനിക്ക് തോന്നുന്നു 1-2 പേരെ ഉള്ളത്. എനിക്ക് തോന്നുന്നു പിന്നെ UDFിന്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2020യുടെ സ്ഥാനാർത്ഥിയെ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നും ഉള്ളതായി കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പെന്തക്കോസ്ത് സഭകളുടെ എനിക്ക് തോന്നുന്നു 2-3 പാസ്റ്റർമാരുടെ സംഘടനകൾ, അതുപോലെ തന്നെ ഐക്യ പെന്തക്കോസ്ത് സഭ, പെന്തക്കോസ്ത് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന, ഈ സംഘടനകളൊക്കെ പെന്തക്കോസ്ത് സംഘടനകൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ പിന്തുണയും അതോടൊപ്പമുള്ള മറ്റ് സമുദായങ്ങളുടെ വോട്ടുകളും അതുപോലെ തന്നെ നിർണായക ശക്തിയായ NSS ഉൾപ്പെടെയുള്ള അവരുടെ വോട്ടുകളും ഒക്കെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടുന്ന് ജയിക്കാൻ സാധിക്കും. പ്ലസ് തന്നെ നല്ലൊരു പ്രതീക്ഷയാണുള്ളത്. ഈ മണ്ഡലത്തെ കുറിച്ച് വളരെയേറെ കാഴ്ചപ്പാടുള്ള ഈ മണ്ഡലത്തിലെ ഒരു വോട്ടർ, അത് മാത്രമല്ല ഈ മണ്ഡലത്തിൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മറ്റ് 2 സ്ഥാനാർത്ഥികളും മറ്റു മണ്ഡലങ്ങളിലെ
താമസിക്കുന്നവരാണ്, മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ്. അവര് ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്ന് മാത്രം. അതെ. അപ്പോൾ അവരുടെ ഇടയിൽ ബ്ലസ്സൻ ഒരു തദ്ദേശവാദം ഉയർത്തിയാണ് അവർക്കെതിരെ ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ ബ്ലസ്സന് വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ വളരെ എളുപ്പമുണ്ട്. അതെ. അപ്പോൾ ആ രീതിയിലൊക്കെ ബ്ലസ്സൻ പ്രവർത്തിക്കുമ്പോൾ ബ്ലസ്സന് വേണ്ട സപ്പോർട്ടുകൾ, ബ്ലസ്സന് വേണ്ട പിന്തുണ കൊടുക്കേണ്ടത് റാന്നിയിലെ ഓരോ ആളുകളുടെയും ആവശ്യമാണ്. അതെ. ഏത് സമയത്ത് വിളിച്ചാലും ബ്ലസ്സൻ വിരൽത്തുമ്പിൽ ബ്ലസ്സൻ ഉണ്ടാവും. അതെ. അതാണ് ബ്ലസ്സൻ നൽകുന്ന ഒരു സന്ദേശം. അതെ. അപ്പം പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് നിന്നപ്പോൾ അവിടുത്തെ ഈ റാന്നിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ബ്ലസ്സൻ നേരത്തെ പറഞ്ഞ ആശയം, ഒരു റിട്ടയർമെന്റ് ഹോം വളരെ അത്യാവശ്യം. ഇവിടെ പല വീടുകളിലും അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കളും ചിലപ്പോൾ 2 പേരുണ്ടാവാം, ചിലപ്പോൾ ഒരാൾ മാത്രമേ കാണൂ. അവരൊക്കെ ഇരുന്ന് കഷ്ടപ്പെടുകയാണ്. അവർക്കൊന്ന് ആശുപത്രി പോകാനോ അല്ലെങ്കിൽ അവർക്ക് യഥാസമയങ്ങളിൽ മരുന്നുകൾ കിട്ടാനോ, പിന്നെ ജോലിക്കാരെ പോലും കിട്ടാനില്ല. ആ ഒരു സാഹചര്യം ഉള്ളത്. ഇപ്പൊ മിക്ക വീടുകളിലും എനിക്ക് തോന്നുന്നു ബംഗാളികളും ഒക്കെയാ ജോലിക്ക് നിൽക്കുന്നത്. അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും റാന്നിയിലെ അതുപോലെ തന്നെ നമ്മുടെ തന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ ഇതുപോലെ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഒരു പിതാവിനെയും മാതാവിനെയും നോക്കിക്കൊണ്ടിരുന്നത് അവരെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. രണ്ടുപേരെയും കൊലപ്പെടുത്തി. അങ്ങനെ ആ കേസും ഒന്നും തെളിഞ്ഞിട്ടില്ല. അവരുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് അവർ പോയി. അത്രയ്ക്കും ആ വീടുകളും ആ ഉൾപ്പെട്ട ഇട്ടിപ്പാറയിലെ വലിയ കടമുറകളും എല്ലാം അന്നോട്ട് അനാഥമായി അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് വ്യക്തിപരമായി വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവരെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് നമുക്ക് നിർത്താൻ? നമുക്ക് വേറെ ഒരു വഴിയും നമ്മുടെ നാട്ടിലില്ല. മക്കളെ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കഷ്ടപ്പാടിന്റെ പൈസ അയച്ചു കൊടുക്കുന്നു. പക്ഷെ അവർക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു മാർഗവും ഇല്ലല്ലോ. അവർക്ക് അതിനൊരു ഒരു സംരക്ഷണം, അവർക്ക് ഉള്ള ഒരു സുരക്ഷയോ മറ്റൊന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ കൃഷി ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം. കാട്ടുപന്നികളുടെ ഇവിടെ റാന്നിയിലുള്ളത് കാർഷിക മേഖലകളാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം ഇവിടെ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് മണ്ണിനോട് പോരാടി ഈ ഇൻഫ്രാസ്ട്രക്ചർ നിലവിലുള്ള എല്ലാവരുടെ വീടുകളും സംവിധാനങ്ങളും ഇവിടുത്തെ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും എല്ലാം ഹൈന്ദവ മതവിശ്വാസികളും ക്രിസ്തീയ വിശ്വാസികളും മറ്റു മുസ്ലിം വിശ്വാസികളെല്ലാം നമ്മുടെ ഇവിടെ കൃഷി ചെയ്ത് അവർ ഉപജീവനം നടത്തി ഏക സഹോദരങ്ങളായി ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടെ വന്ന ഒരു മണ്ണ് ഇന്ന് ആർക്കും കൃഷിയോ മറ്റുള്ള ഒരു പ്രവർത്തനങ്ങളോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു സംരക്ഷണവും ഇല്ലാതെ കിടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 2-3 പേരുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി, ഒരു കുഞ്ഞിവിടെ നിന്ന് കഴിഞ്ഞാൽ, അവരുടെ ഒരു മകൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 2 ഏക്കർ 3 ഏക്കറൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. 50 സെന്റ് ഉള്ളവരും ഉണ്ട്. അവർക്കൊക്കെ അവിടെ പോയി ജോലി ചെയ്യുന്നതിനേക്കാളുള്ള ഉയർന്ന വരുമാനം നമുക്ക് ഇവിടുന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു സാധ്യതയുമില്ല. റബ്ബറിന്റെ കാര്യവും അറിയാമല്ലോ. റബ്ബർ വെട്ടാൻ ആൾക്കാരെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇത് വെട്ടി വിറ്റാൽ അതിനൊരു വിലയില്ല. അതൊക്കെയാണ് വിഷയം. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമ്മൾ കൊണ്ടുവരണം. അത് NDAക്ക് അതിന് വ്യക്തമായിട്ടുണ്ട്. സാറ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ബന്ധുക്കോസ് വിഭാഗക്കാരനായ ഒരാളെ ഈ ഇടത്ത് വലത്ത് പക്ഷ മുന്നണികൾ ഒരിക്കലും കഴിഞ്ഞ കാലയളവിൽ റാന്നിയിലെ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ശക്തരായ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ UDF LDF ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരെയും ബന്ധുക്കോസ് വിഭാഗത്തിൽപ്പെട്ടവരെ പരിഗണനയിൽ വന്നിട്ട് പോലും ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവര് ബന്ധുക്കോസ് സമുദായ അംഗം ആണ് എന്നുള്ളൊരു പേരിൽ അവരുടെ പേരുകൾ വെട്ടിക്കളയുകയും അവർക്കൊന്നും അവരെ ഒരു വിഭാഗമായി അംഗീകരിക്കുകയോ അവരെ ഒന്നും കൂടെ ചേർത്ത് നിർത്തി സഹകരിപ്പിക്കാനോ ഈ UDFനോ LDFനോ ഒന്നും സാധിക്കാത്ത. ഇപ്പൊ ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി അവരെ ബന്ധക്കോസുകാരെ അംഗീകരിക്കാൻ, ബന്ധക്കോസ് സഭകളെ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു കമ്മീഷനെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അവരെ അംഗീകരിക്കാൻ. ഇത് ബന്ധക്കോസ് സമൂഹം ആക്ച്വലി എല്ലാം അംഗീകരിക്കപ്പെട്ട സമൂഹമാണ്. നേരത്തെ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടെ അംഗീകരിച്ചിരിക്കും. അതൊരു സഭയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. അല്ല, അതൊരു സഭയായിട്ട് തന്നെ ബന്ധക്കോസ് സഭകളെല്ലാം ഇവിടെ ബോർഡ് വെച്ച് സഭകളായിട്ട് തന്നെ പ്രവർത്തിക്കുകയും ലൈസൻസോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല്ല, അവർക്ക് ഒരു ചർച്ച് പണിയണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സെമിത്തേരി പണിയണമെങ്കിലോ ഒക്കെ അത് വലിയ പാടാണ്. അതിന് കളക്ടറേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട്
അനുമതികൾ വേണം, സർക്കാർ അനുമതികൾ ഒരുപാട് അതല്ല, വർഷങ്ങളായിട്ട് ഇവിടെ അവരുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു അംഗീകരിക്കപ്പെട്ട, അല്ലാതെ അവർക്കൊരു കെട്ടിടം പണിയാനോ അല്ല, അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ തലമുറകളായിട്ട് ബന്ധുക്കോസ് സമൂഹം ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് അവരുടെ അംഗീകാരത്തെ പറ്റിയല്ല, അവരെ വ്യക്തിപരമായി ഇവിടുത്തെ ഇരു മുന്നണികൾക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നില്ല, അവരെ മുൻനിരയിലോട്ട് കൊണ്ടുവരുന്നില്ല എന്ന് തന്നെയല്ല, ഒരു കാൻഡിഡേറ്റ് ആയിട്ടൊന്നും നിർത്തുവാൻ, അല്ലെങ്കിൽ ആ ഒരു പരിഗണന കിട്ടുന്നില്ല. ഇതുപോലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും ഒരു ബന്ധുക്കോസുകാരനെ ഒരു സ്ഥാനാർത്ഥിയായി നിർത്തുവാൻ ഉള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ ആ ഒരു മനസ്സൊന്നും ഈ ഇരു മുന്നണികൾക്കും ഇല്ല. അത് വ്യക്തമായിട്ട് സാറിനെ പോലുള്ളവർ മനസ്സിലാക്കണം. അതിനൊക്കെ കഴിയുന്ന ഒരേ ഒരു മതേതര പാർട്ടി NDA മാത്രമേ ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളൂ. മറ്റുള്ളവരുടെ പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബന്ധുക്കോസ് സമൂഹവും മറ്റേ ക്രിസ്തീയ സമൂഹവും നമ്മുടെ കൂടെ നിൽക്കുകയും അവരെല്ലാം നമ്മളെ സ്നേഹിച്ച് ഈ ഒരു നല്ല ഉദ്യമത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം. എന്റെ ഒരു സംശയം, വിളസനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ ഉള്ള കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ബന്ധുക്കോസ് സമൂഹമുണ്ട്. അതെ. അപ്പൊ ആ ബന്ധുക്കോസുകാരൊക്കെ NDA വോട്ട് ചെയ്യുമോ? ബന്ധുക്കോസുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എനിക്ക് വരുന്ന കോളുകൾ പാസ്റ്റർമാര് അല്ല എനിക്ക് അറിയാവുന്ന വ്യക്തികളൊക്കെ ഇതൊരു അത്ഭുതമായി കാണുന്നു. അവരുടെ സമൂഹത്തിലുള്ള പലരും പല റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ കഴിവ് തെളിയിച്ചവരൊക്കെ ഇരു മുന്നണികൾക്കും പ്രാഥമിക ലിസ്റ്റിലൊക്കെ വന്ന പലരുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ 3-4 വ്യക്തികൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനൊക്കെ വന്നവർ ഈ ലിസ്റ്റിലൊക്കെ വന്നിട്ട് അവരെ പ്രവർത്തനം തുടങ്ങിയവർ പോലും ഉണ്ട്. പക്ഷെങ്കിൽ അവസാനം വരുമ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും എടുക്കുന്ന തീരുമാനം ഇവൻ ബന്ധുക്കോസ് സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഈസ് നോട്ട് എലിജിബിൾ എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ നിലകൊള്ളുന്നത്. അതിനെല്ലാം ഒരു ഉത്തരം ആയിട്ടാണ് NDA മുന്നണി, നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്ര മോഡിജി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി അതിനൊക്കെ ഒരു മറുപടിയായിട്ടാണ് എന്നെ പോലുള്ള ഒരു സാധാരണക്കാരനെ ഇതിനകത്ത് പരിഗണിക്കുകയും വേണ്ടിയ പ്രാതിനിധ്യവും പ്രാധാന്യവും തരികയും ചെയ്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതൊരു സാധാരണക്കാരനെയും കൈനീട്ടി സ്വീകരിക്കാനുള്ള വലിയ മനസ്സും ഒരു സാഹോദര്യം നിലനിർത്താനുള്ള മനസ്സും നമ്മുടെ 2020ക്കും NDAക്കും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യാവസ്ഥ. 2020യുടെ പ്രവർത്തനങ്ങളെ പറ്റി അറിയാത്തവരായിട്ട് കേരളത്തിൽ ആരുമില്ല. കേരളത്തിൽ ഇന്നും ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് 2020. 2020യുടെ ആവശ്യകത ഇന്ന് കേരളത്തിലും ഏറ്റവും കൂടുതൽ റാന്നി നിയോജക മണ്ഡലത്തിലും അത്യന്താപേക്ഷിതമാണ്. കാരണം വികസനത്തിന്റെ ഒരു പ്രാഥമിക സ്റ്റെപ്പ് പോലും കടന്നു വരാത്ത റാന്നി പോലുള്ള ഒരു പാവപ്പെട്ട സാധാരണക്കാരന്റെ നിയോജക മണ്ഡലം ഇപ്പൊ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. കാർഷിക മേഖലയായ റാന്നിയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നമ്മുടെ യാതൊരുവിധ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, കുടിവെള്ളം മുതൽ റോഡ് മുതൽ മറ്റുള്ള ഒരു പാർപ്പിട സൗകര്യങ്ങളും ഒന്നുമില്ലാതെ വിഷമിക്കുന്ന പാവപ്പെട്ടവരെ കൊണ്ടും സാധാരണക്കാരെ കൊണ്ടും നിറഞ്ഞ നിയോജക മണ്ഡലത്തിൽ 2020 പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാടിന് വികസനം ഉറപ്പായിട്ടും വന്നിരിക്കും. നമ്മുടെ കുന്നത്തുനാട് പോലുള്ള 2020 ഭരിക്കുന്ന പല പഞ്ചായത്തുകളും കേരളത്തിലെ റാന്നിയിലെ പ്രിയപ്പെട്ടവർക്കെല്ലാം അറിയാൻ പറ്റും. ആ മോഡൽ ഒരു വികസനം നമ്മൾ റാന്നിയിൽ കൊണ്ടുവരും. റാന്നിക്കാർക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, തൊഴിൽ സാധ്യതകള്, അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ നമ്മുടെ നാട് വിട്ട് ഇവിടെ നിൽക്കാതെ നാട് വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നവരെ കുറച്ചുപേരെ ഇവിടെ പിടിച്ചു നിർത്തി അവർക്ക് അർഹമായ പരിഗണനയും അവർക്ക് വേണ്ടിയ പരിഗണനകളും കൊടുത്ത് മുമ്പോട്ട് പോകാനും ചെറുപ്പക്കാരായ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കിൽ ട്രെയിനിങ് ഉൾപ്പെടെ നല്ല രീതിയിലുള്ള ഇപ്പോഴത്തെ ന്യൂനത സാങ്കേതിക വിദ്യകളെ പറ്റിയുള്ള വിദ്യാഭ്യാസങ്ങളും എല്ലാ പഞ്ചായത്തിലും നമ്മുടെ വളർന്നു വരുന്ന പാവം പിടിച്ച വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷിൽ നല്ല ബേസിക് ബേസിക് നോളജ് അവർക്ക് വരത്തക്ക രീതിയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ 2020യുടെ സ്വപ്നമാണ്. അത് നമ്മളിവിടെ നടപ്പാക്കും. NDA സഖ്യം നമ്മുടെ കൂടെയുണ്ട്. അതിനുവേണ്ടി റാന്നിയുടെ ഒരു വികസനത്തിന് വേണ്ടിയാണ് നമ്മുടെ ഒരു പോരാട്ടം. ആ നല്ലൊരു നാളേക്ക് വേണ്ടി റാന്നിയിൽ നമ്മുടെ കൈമോശം വന്നുപോയ നമ്മുടെ റാന്നി കേരളത്തിലെ തന്നെ പരിശോധിച്ചാൽ ഏറ്റവും താഴേക്കിടയിൽ പോയ ഒരു നിയോജക മണ്ഡലമാണ് റാന്നി. അതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് 2020 വഴി നടപ്പിലാക്കാൻ പറ്റും. അത് റാന്നിയിലെ ജനം സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമുക്ക് റാന്നിയെ തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം ഈ വർത്തമാന
പരിപാടിയിൽ പങ്കെടുക്കാൻ തോമസ് കെ സാമുവലിന് കഴിഞ്ഞതിൽ അദ്ദേഹത്തോട് വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും സമയം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. ഇനിയും റാന്നിയിൽ അദ്ദേഹത്തിൻ്റെ അവസരം കിട്ടിയാൽ അദ്ദേഹം റാന്നിയെ മറ്റ് മണ്ഡലങ്ങളെക്കാൾ ഉപരി ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ഒരു മണ്ഡലമായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാം. നമസ്കാരം. താങ്ക് യു.